തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത സ്പാകൾക്കെതിരെ നടപടി തുടരാൻ കോർപ്പറേഷൻ. സ്പാകൾ കേന്ദ്രീകരിച്ച് ലഹരി ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മേയർ വി രാജേഷ് 24നോട് പറഞ്ഞു. ജോലിക്കായി ഇന്റർവ്യൂവിനെത്തിയപ്പോൾ സ്പാ മാനേജർ മോശമായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയെന്ന് 24 വെളിപ്പെടുത്തുകയും ചെയ്തു. റിപ്പോർട്ടിൽ തിരുവനന്തപുരം നഗരത്തിൽ ലൈസൻസുള്ള 200-ലധികം സ്പാകളുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ലഹരി മരുന്ന് വിൽപ്പനയും ഗുണ്ടാ പ്രവർത്തനങ്ങളുമുണ്ട്. അനധികൃത സ്പാകൾക്കെതിരെ നടപടി തുടരുമെന്ന് മേയർ വി രാജേഷ്. സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ യൂണിഫോമിലെ കുട്ടികളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിലും എത്തുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറവിൽ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ തന്നെ വീണ്ടും നഗരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ക്യാപിറ്റൽ ടവർ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്പർശൻ വെൽനസ് സ്പാ ഇന്നലെ കോർപ്പറേഷൻ അധികൃതർ പൂട്ടിച്ചിരുന്നു. ഈ സ്പാക്കെതിരെ പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തി. ജോലിക്കായി ഇന്റർവ്യൂവിനെത്തിയപ്പോൾ മാനേജർ തന്നോട് മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടി. എൻ്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരിതാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് മാനേജർ എന്നെ ഇറങ്ങാനായപ്പോൾ എന്നെ ഒരുമാതിരി ഷൗട്ട് ചെയ്തു. പിന്നെ എന്നെ അടിക്കാനൊക്കെ വന്നു. പെൺകുട്ടി മേയർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന വ്യാപകമാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.